ഒരു മയ്യത്തിനെ 3 കാര്യങ്ങൾ ഫോളോ ചെയ്യുമെന്നാണ്. 2 ആളുകൾ മടങ്ങി വരും, ഒരാൾ മാത്രം മയ്യത്തിന്റെ കൂടെ ബാക്കിയാകും. അവനെ ഫോളോ ചെയ്യുന്നത് ഒന്ന് അവന്റെ കുടുംബക്കാർ പോകും, മയ്യത്തിന്റെ കൂടെ പോകും, പക്ഷേ ഖബർ വരെ പോവുള്ളൂ. വമാലുഹു, സ്വത്തും അങ്ങനെ തന്നെ. വഅമലുഹു, അമലും പോകും. ഫയർജിഉ അഹ്ലുഹു വമാലു, കുടുംബവും മടങ്ങി വരും, അവന്റെ സ്വത്തും മടങ്ങി വരും. വയബ്ഖാ അമലുഹു, അവന്റെ പ്രവർത്തനം മാത്രം ബാക്കിയാകും. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ ഖബറിലേക്ക് എടുക്കുമ്പോൾ 6 അടി മണ്ണിൽ വെച്ച് അതിൻ്റെ മേലെ സ്ലേവുമിട്ട് മണ്ണും അതിൻ്റെ മേലെ വാരിയെറിഞ്ഞ് അങ്ങനെ ഖബർ മൂടിക്കഴിഞ്ഞ് നമ്മുടെ കുടുംബവും നമ്മുടേതായിട്ടുള്ളതെല്ലാം മടങ്ങിപ്പോകുമ്പോൾ ആ ഖബറിൻ്റെ ഇരുട്ടിൽ, ഏകാന്തതയിൽ നാം ഒറ്റക്കാണ്. ആരായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക? ഭാര്യയോ മക്കളോ പ്രിയപ്പെട്ടവരോ അനുയായികളോ നേതാക്കളോ ആരും ഉണ്ടാവുകയില്ല. നമ്മുടെ അമല് മാത്രം ബാക്കിയാകും. ആ അമലുകളാണ് നമ്മുടെ ജീവിതത്തിൽ ബാക്കിയാക്കേണ്ടത്.